ഹായ് ഗായ്സ്, എല്ലാവർക്കും മേർജ് വെള്ളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചിന്ന ചിന്ന അപ്ഡേറ്റ്സും ചിന്ന ചിന്ന റിയാക്ഷൻസുമായിട്ടാണ് ഈ ഒരു വീഡിയോയിലേക്ക് ഒരു ചിന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തെ ചിന്ന സംഭവത്തിലേക്ക് തന്നെ നമുക്ക് പോയി കളയാം. നിവിൻ പോളി 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വൺ ട്രെൻഡ് ആയിരുന്നു. പുള്ളിയുടെ ഫിസിക്കൊക്കെ കറക്റ്റ് ആക്കിയിട്ടുള്ള സ്റ്റൈലിഷ് ഫോട്ടോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൺ ട്രെൻഡാണ്. ഫാൻസ് ഒക്കെ നല്ലതുപോലെ ആഘോഷിക്കുന്നുണ്ട് പുള്ളിയുടെ കംബാക്ക് എന്ന രീതിയിൽ. അപ്പോൾ അതോടൊപ്പം നമുക്ക് ആ ഒരു രീതിയിലേക്ക് എണ്ണ ഒഴിക്കുന്ന പോലെ നിവിൻ പോളിയുടെ ഒരു പുതിയ പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. മൾട്ടിവേഴ്സ് മന്മഥൻ. പേരിൽ പറയുന്നത് പോലെ തന്നെ ഒരു മൾട്ടിവേഴ്സ് സൂപ്പർ ഹീറോ പടം, ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടിവേഴ്സ് സൂപ്പർ ഹീറോ പടം എന്നുള്ള അവകാശവാദവുമായിട്ടാണ് നിവിൻ പോളിയുടെ ഈ ഒരു സിനിമ വരുന്നത്. ആദിത്യൻ ചന്ദ്രശേഖറാണ് ഈ ഒരു സിനിമയുടെ റൈറ്ററും ഡയറക്ടറും. അപ്പം പുള്ളിയുടെ നേരത്തെ ഉള്ള ഒരു സിനിമ എന്ന് പറയുന്നത് എങ്കിലും ചന്ദ്രിക എന്ന ഒരു സിനിമയാണ്. ഒരൊറ്റ സിനിമ കൊണ്ട് ആരെയും വിലയിരുത്തുന്നതും ശരിയല്ല. എനിവേ, എനിക്ക് വലിയ ഒരു ഹോപ്പ് തരുന്ന ഒരു സിനിമയാണ്. അതായത് ഇതിന്റെ ആ ഒരു സബ്ജക്റ്റ്, സൂപ്പർ ഹീറോ സബ്ജക്റ്റ്, ഈ ഒരു പോസ്റ്റർ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. മൾട്ടിവേഴ്സ് മന്മഥൻ എന്നുള്ള ആ ഒരു പേരും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിവിൻ പോളിയുടെ ഒരു പക്ക എന്റർടൈനിങ് പടമായിട്ട് ഈ ഒരു സിനിമ മാറും എന്നുള്ളതാണ് പ്രതീക്ഷ. ആ ഒരു എന്റർടൈനർ നിവിനെ നമ്മൾ നേരത്തിലും വടക്കൻ സെൽഫിയിലും പ്രേമത്തിലും ലവ് ആക്ഷൻ ഡ്രാമയിൽ വരെ കണ്ടിട്ടുള്ള ആ ഒരു എന്റർടൈനർ നിവിനെ ഇപ്പം വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു നിവിന്റെ വൺ കംബാക്ക് ആയിരിക്കും ഈ ഒരു പടം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ നല്ല രീതിയിലും മോളിവുഡിലെ ഒരു നിവിൻ, ആ ഒരു എന്റർടൈനർ നിവിനെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു നിവിൻ ഈ ഒരു പടത്തിലൂടെ, ഈ ഒരു പടവും പിന്നെ ആക്ഷൻ ഹീറോ ബിജു വരുന്നുണ്ട്, പിന്നെ താരം എന്നൊരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡ്രോപ്പ് ആയോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്തായാലും അങ്ങനെ ഒരു പടം, അതും ഒരു റോം കോം പടമാണ്. അപ്പോൾ എന്തായാലും അതിലൂടെയൊക്കെ നിവിൻ തിരിച്ചു വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ചിന്ന സംഭവത്തിലേക്ക് പോയി കളയാം. SKARM പടത്തിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. അതിനകത്ത് ഉള്ളത് ടൈറ്റിൽ ഗ്ലിംസ് അനൗൺസ്മെന്റ് ആണ്. ഈ വരുന്ന 17-ാം തീയതി 11 മണിക്ക് ശിവകാർത്തികേയൻ AR മുരുകദോസ് പടത്തിന്റെ ടൈറ്റിലും അതിനൊപ്പം ഒരു ഗ്ലിംസ് വീഡിയോയും വരും എന്നുള്ളതാണ് ആ ഒരു അനൗൺസ്മെന്റ്. കട്ട വെയിറ്റിംഗ്. ശിവകാർത്തികേയൻ പടങ്ങൾക്കെല്ലാം ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. കാരണം പുള്ളി നല്ല രീതിയിൽ ഒരു സ്റ്റാർ മെറ്റീരിയൽ ആയിട്ട് ഇംപ്രൂവ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്ടറാണ്. അപ്പം എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പുള്ളിയുടെ ആ ഒരു സ്റ്റാർ വാല്യൂ ഒക്കെ കൂട്ടുന്ന തരത്തിൽ ഒരു വൻ സംഭവമായിരിക്കും ഈ ഒരു AR മുരുകദോസ് പടം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഗ്ലിംസ് വരട്ടെ, ടൈറ്റിൽ വരട്ടെ, നമുക്ക് കാണാം, വിലയിരുത്താം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ചിന്ന സംഭവം ഗെറ്റ് സെറ്റ് ബേബി. മാർക്കോയ്ക്ക് ശേഷം, മാർക്കോ ഇപ്പോൾ OTTയിൽ റിലീസ് ചെയ്ത്, അപ്പം മാർക്കോയുടെ ഒരു ഡിലീറ്റഡ് സീനും വന്നിട്ടുണ്ട് കേട്ടോ. അത് ഡിലീറ്റ് ചെയ്തത് എന്തുകൊണ്ടും നല്ലതായെന്നാണ് കണ്ടതിന് ശേഷം തോന്നിയത്. അമ്മാതിരി കിടിലൻ സീനാണ്. അത് എന്തുകൊണ്ടും നന്നായി എഡിറ്റ് ചെയ്തത്. എന്തായാലും എഡിറ്റർക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. ഓക്കെ, ഗെറ്റ് സെറ്റ് ബേബിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. 21 ഫെബ്രുവരി 21 പടം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും ഒരു ഫീൽ ഗുഡ്, മാർക്കൊക്കെ ഇടിയും അടിയും ഒക്കെ കഴിഞ്ഞിട്ട് പക്ക ഒരു ഫീൽ ഗുഡ് രീതിയിലുള്ള ഒരു ഫാമിലി പടം. ഓക്കെ, അപ്പോൾ അത്തരത്തിലാണ് ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത്. ഉണ്ണിമുകുന്ദന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റ് ആണ്. അപ്പോൾ ആ ഒരു ഡോക്ടറുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളും അത്തരത്തിലുള്ളൊരു സ്റ്റോറിയാണ്. അതൊരു ഫീൽ ഗുഡ് സംഭവമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പോൾ എന്തായാലും എനിക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടു. നമുക്ക് പടത്തിനായിട്ട് കാത്തിരിക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് ഉണ്ണിമുകുന്ദനുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ന്യൂസും കൂടെ വന്നിട്ടുണ്ട്. അല്ല, ന്യൂസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു റൂമറാണ്. അതോടൊപ്പം നമ്മുടെ അൽഫോൺസ് പുത്ര ഒരു ഫോട്ടോയും കൂടെ ഷെയർ ചെയ്തു. ഉണ്ണിമുകുന്ദന്റെ വീട്ടിൽ പോയതായിട്ടും ലഞ്ചൊക്കെ കഴിച്ച് പേരൻസിനെയൊക്കെ പരിചയപ്പെട്ട് അത്തരത്തിൽ ഒരു പോസ്റ്റൊക്കെ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം അവർ തമ്മിൽ ഒരു റൊമാൻറ്റിക് കോമഡി സിനിമ വരാൻ പോകുന്നതായിട്ടുമുള്ള റൂമറുകളുണ്ട്. അത് സത്യമാവട്ടെ. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? നിവിൻ പോളി ആക്ഷൻ പടം ചെയ്യുന്നു, ഉണ്ണിമുകുന്ദൻ റൊമാൻറ്റിക് കോമഡി പടം ചെയ്യാൻ പോകുന്നു. വരട്ടെ, നമുക്ക് കാണാം. ഇനി അടുത്തത് ബാ. അതിനകത്ത് നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അതും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നോ മോർ ക്രിഞ്ച് എന്നാണ് ഇതിന്റെ ആ ഒരു ക്യാരക്ടർ പോസ്റ്ററിന്റെ ടാഗ് ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് വേണ്ടായിരുന്നേ. പക്ക ഒരു വില്ലൻ ലുക്കൊക്കെ ആ ഒരു പോസ്റ്ററിനകത്തുണ്ട്. സംഭവമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ആ നോ മോർ ക്രിഞ്ച് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ചെറിയ ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്തു. കുഴപ്പമില്ല, വരട്ടെ. അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളിയായിരുന്നു. എന്തായാലും ആ ഒരു പടം ഒരു 1.5 പടമായിരിക്കും എന്നാണ് തോന്നുന്നത്. ഭയം, ഭക്തി, ബഹുമാനം, ദിലീപിന്റെ ഒരു വൺ കംബാക്ക്, ഒപ്പം നമ്മുടെ ലാലേട്ടന്റെ ഒരു കോമിയോ ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതെന്തൊക്കെയാണെന്ന് ബാക്കി നമുക്ക് വരുന്ന വഴിയെ തന്നെ മനസ്സിലാവും. പറയുന്നത് നമ്മളും കേൾക്കുന്നതേ ഉള്ളൂ. അടുത്ത വളരെ 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 ചിന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, മമ്മൂക്ക, മോഹൻലാൽ, മഹേഷ് നാരായൺ പടത്തിലെ കുറച്ച് സ്റ്റിൽസൊക്കെ എവിടെ നിന്നൊക്കെയോ ലീക്കായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് മമ്മൂക്കയുടെ ഷൂട്ടിംഗ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. മമ്മൂക്ക ഒരു കോട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു ലുക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് കറങ്ങി നടക്കുന്നുണ്ട്. കൊള്ളാടെ, ഒരു അഡ്വക്കേറ്റ് എങ്ങാണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും നല്ല സ്റ്റൈലായിട്ടുള്ള ലുക്കാണ്. നമ്മുടെ ലാലേട്ടൻ്റെ ഒന്നും അറിയുന്നില്ലല്ലോ ഇതിനകത്ത്. ഒരു മുഴുനീള കഥാപാത്രം എന്നൊക്കെയാണ് മഹേഷ് നാരായൺ പടത്തിൻ്റെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലാലേട്ടൻ്റെ ഷൂട്ട് അന്ന് ശ്രീലങ്കയിൽ പോയത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പടവുമായിട്ട് ബന്ധപ്പെട്ട ഷൂട്ടിൻ്റെ കാര്യങ്ങളൊന്നും അങ്ങനെ അറിയുന്നില്ല. എനിവേ, എന്തായാലും മമ്മൂക്കയുടെ പോർഷൻസ് കഴിഞ്ഞിട്ട് ലാലേട്ടൻ്റെ ഷൂട്ട് ചെയ്യാമെന്നുള്ളത് കൊണ്ടാണോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും ലാലേട്ടനും
ഒരു കിടിലൻ റോളിൽ വരുന്ന സിനിമയാണ്. ഇനി നമ്മുടെ എമ്പുറാന്റെ കുറെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് വന്നു. അതിനകത്തൊന്നും ഒരു എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യാത്തത് കൊണ്ടാണ് റിയാക്ട് ചെയ്യാതിരുന്നത്. ഇന്ന് 2 ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്. ആദ്യം വന്നത് സഹീർ മസൂദ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സായിദ് മസൂദ് എന്നാണ് ആദ്യം വായിച്ചത്. പക്ഷേ അതല്ല, സഹീർ മസൂദ് സായിദ് മസൂദിന്റെ അനിയനാണെന്ന് തോന്നുന്നു. നമ്മൾ ട്രെയിലറിലൊക്കെ ഒരു കൊച്ചിന്റെ കൈയും ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു സീനൊക്കെ ഇല്ലേ, അത് അനിയനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന സായിദ് മസൂദിന്റെ സീനാണെന്ന് ഇതിലൂടെ ഏകദേശമൊക്കെ ഉറപ്പായിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും കലാപമോ അതിൽ നിന്നൊക്കെ അനിയനെ രക്ഷിച്ചിട്ട് വരുന്ന ഇതുമായിട്ടൊക്കെ സ്റ്റീഫൻ നെടുമ്പള്ളിയെ എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള മാത്രമാണ് ഇനി നമുക്ക് അറിയാനായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എനിക്ക് ഇതിനകത്ത് എന്താന്ന് വെച്ചാൽ, ആ ഒരു ലൂസിഫറിൽ നമുക്ക് സ്റ്റീഫനെ ചുറ്റിപ്പറ്റി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്കും സ്റ്റീഫൻ മാത്രമല്ല, സായിദ് മസൂദിന്റെയും ഫാമിലി ഫ്ലാഷ് ബാക്ക്, അവര് സ്റ്റീഫനും സായിദും എങ്ങനെയാണ് ഒന്നിക്കുന്നത് എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുമെന്നുള്ള ആ ഒരു ആകാംക്ഷ ഉണ്ടല്ലോ, അത് ഈ ഒരു പോസ്റ്റർ കണ്ടപ്പോഴത്തേക്കും എൻ്റെ ഉള്ളിൽ ആ ഒരു ആകാംക്ഷ വീണ്ടും ഇങ്ങനെ പുറത്തേക്ക് വന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്ററിൽ എനിക്ക് നല്ല രീതിയിലുള്ളൊരു കൗതുകം തോന്നി. ഓക്കെ, എന്തായിരിക്കും ആ സംഭവങ്ങളൊക്കെ എന്നൊക്കെ അറിയാനായിട്ട് നല്ലൊരു കൗതുകം തോന്നി. അതേപോലെ തന്നെ വൈകിട്ട് വന്നത് മസൂദ് എന്ന ക്യാരക്ടറിന്റെ ഒരു ക്യാരക്ടർ പോസ്റ്ററാണ്. അതും നമ്മുടെ സായിദ് മസൂദിന്റെ അച്ഛൻ കഥാപാത്രം. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒരു ഫ്ലാഷ് ബാക്ക് സീനിന്റെ ക്യാരക്ടർ പോസ്റ്റർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്ന ക്യാരക്ടർ പോസ്റ്റർ ആയാലും എല്ലാം ഒരു ഫ്ലാഷ് ബാക്ക് സീനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും എന്നാണ് കരുതുന്നത്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള ക്യാരക്ടർ പോസ്റ്റേഴ്സിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇനി അങ്ങോട്ട് കിടക്കുവല്ലേ, ഇനി സ്റ്റീഫൻ നെടുമ്പള്ളി. എനിക്ക് തോന്നുന്നു നമ്മുടെ സായിദ് മസൂദിന്റെ ക്യാരക്ടർ പോസ്റ്റർ ഉടനെ വരും. അപ്പൊ അത് ചെയ്യുന്നത് നമ്മുടെ സലാറിലെ ആ ഒരു പൃഥ്വിരാജിന്റെ ചെറുപ്പകാലം ചെയ്ത ആ പയ്യനല്ലേ, ആ പയ്യനായിരിക്കും. എനിക്കിപ്പം ഏറ്റവും കൗതുകം തോന്നുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോഴത്തേക്കും ആരായിരിക്കും ആ ക്യാരക്ടർ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ആകാംക്ഷ തോന്നുന്നുണ്ട്. എന്തായാലും അതിനായിട്ട് കട്ട വെയിറ്റിംഗ്. എംബ്രാന്റെ ഹൈപ്പ് ഡേ ബൈ ഡേ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കണ്ട് കോയമ്പത്തൂരിൽ ഒരു പ്രൊമോഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരുപാട് പേര് സ്റ്റേജ് ഭയങ്കര വലിയ ക്രൗഡിൽ കോയമ്പത്തൂരിൽ ഒരു കോളേജിൽ വെച്ച് ലാലേട്ടനും പൃഥ്വിരാജും ഒക്കെ അറ്റൻഡ് ചെയ്ത എംബ്രാന്റെ ഒരു പ്രൊമോഷണൽ പ്രോഗ്രാം അങ്ങനെ പാനിലായിട്ട് അടിച്ച് കയറി വരട്ടെ. അപ്പോൾ എന്തായാലും മാർച്ച് 27 വരെ ഇനി അങ്ങോട്ട് പ്രൊമോഷൻസ് ഡേ ബൈ ഡേ. ക്യാരക്ടർ പോസ്റ്റർ എനിക്ക് തോന്നുന്നു ഫെബ്രുവരി 27 ആകുമ്പോഴത്തേക്കും തീരും. അത് കഴിഞ്ഞും ഡേ ബൈ ഡേ ഓരോ സ്പെഷ്യൽ അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാരക്ടർ പോസ്റ്റർ തന്നെ ഒരു രസമുള്ളൊരു സംഭവമാണ്. ഇനി അടുത്തത് ആരാണെന്ന് അറിയാനായിട്ടുള്ളത്. ഇനിയൊക്കെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് വരാനായിട്ടുള്ളത്. ഒരുപാട് വരാനുണ്ട്. അപ്പോൾ എന്തായാലും അതിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരിക്കാം. എത്ര ക്യാരക്ടർ പോസ്റ്റർ വന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ് എലമെന്റ് സിനിമയിൽ കാണും എന്നുള്ളത് ഉറപ്പാണ്. നമുക്കറിയാം ലൂസിഫറിന്റെ ക്യാരക്ടർ പോസ്റ്ററിൽ ഇല്ലാതിരുന്ന ഒരുപാട് സാധനങ്ങൾ നമുക്ക് സിനിമയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനപ്പുറം നമുക്ക് എംബ്രാനിൽ കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ എന്തായാലും നമുക്ക് അതിനൊക്കെ ആയിട്ട് കാത്തിരിക്കാം. അപ്പം ഇത്രയുള്ള ഇന്നത്തെ ചിന്ന വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.